സലഫുകൾ പറയാറ്, ഞങ്ങളിൽപ്പെട്ട ഒരാൾ അവൻ ദീൻ പഠിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അവനിൽ അതിന്റെ അടയാളങ്ങൾ, വ്യത്യാസങ്ങൾ പ്രകടമാവും. അബുൽ ആലിയ റഹിമുള്ള പറയുന്നത് മനസ്സിലാൻ വേണ്ടി മാത്രം ഉദാഹരണം പറയാം. ഇമാം അഹ്മദ് റഹിമുല്ല, അദ്ദേഹം ഒരു യാത്രയിലാണ്, ആ ഹദീസുകൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിലാണ്. ഈ യാത്രക്കിടയിൽ നമുക്ക് അന്നത്തെ കാലത്ത് യാത്ര എന്ന് പറയുന്നത് വളരെയധികം ക്ഷീണമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യാത്രയാണ്. ഈ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് അദ്ദേഹം ഒരു സ്ഥലത്ത്, ഒരു ദീൻ പഠിപ്പിക്കുന്ന ഒരു മുഹദ്ദിസിന്റെ ഒരു സ്ഥലത്ത്, ഒരു മസ്ജിദിലേക്ക് അദ്ദേഹം എത്തി. അവിടെ രാത്രി കഴിച്ചു കൂട്ടാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടെ കഴിച്ചു കൂട്ടാൻ. അപ്പൊ അവിടെ ആ മുഹദ്ദിസിന്റെ അടുക്കൽ ദീൻ പഠിക്കുന്ന മറ്റാളുകളുണ്ട്, മറ്റു തുല്ലാബുകളുണ്ട്. അദ്ദേഹം അത്രയും യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന് അദ്ദേഹം ആ ക്ഷീണത്തിനിടയിലും കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് രാത്രി നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഒരാൾ പോലും എഴുന്നേറ്റിട്ടില്ല. സുബഹി നിസ്കാരത്തിന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞു, രാത്രി നിസ്കരിക്കാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ അവിടെ ഒരാളും എഴുന്നേറ്റിട്ടില്ല. അദ്ദേഹം പറയുന്നത്, ഇവരെങ്ങനെയാണ് തുല്ലാബുകളാവുക, ഇവരെങ്ങനെയാണ് ദീനിന്റെ വിദ്യാർത്ഥികളാവുക എന്ന് അദ്ദേഹം ചോദിക്കാം. ദീൻ പഠിക്കുമ്പോൾ മാറ്റങ്ങൾ വരും, സ്വാഭാവികമായിട്ടുള്ള പ്രോഗ്രസ് വരും. ഈമാനിലും തഖ്വയിലും ഹറാമുകൾ വിട്ടു നിൽക്കുന്നതിലും കണ്ണുകൾ താഴ്ത്തുന്ന വിഷയത്തിലേക്ക് നമ്മൾക്ക് എത്രമാത്രം നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ നോക്കാത്ത പരസ്യങ്ങളില്ല, കാണാത്ത പോസ്റ്ററുകളില്ല, നമ്മൾക്കറിയാത്ത സ്ത്രീകളില്ല നമ്മുടെ നാട്ടിൽ. എല്ലാവരും ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ്, ഏത് വസ്ത്രമാണ്, എങ്ങനെയാണ്, എന്താണ്, എല്ലാം നമുക്കറിയാം. കാരണം നമ്മുടെ കണ്ണുകൾ ഒരിക്കലും താഴ്ന്നിട്ടല്ല ഉള്ളത്. അതിപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങിയാൽ മാത്രമല്ല, മൊബൈലുകളിൽ, സോഷ്യൽ മീഡിയകളിൽ ഒക്കെ, ഷോർട്സിലും റീൽസിലും എല്ലാത്തിലും വരുന്ന പലതും നമ്മുടെ കണ്ണുകളിലൂടെ കടന്നു പോവാണ്. ഈ മാറ്റം നമ്മളിൽ വരൽ നിർബന്ധമാണ്. അള്ളാഹുവിനെ തഖ്വ പാലിക്കുന്നൊരവസ്ഥ, ആ ഒരു ദറജയിലേക്ക് നമുക്ക് എത്താൻ പതിയെങ്കിലും, നമുക്കൊരിക്കലും ഒരു പോരായ്മയും പറ്റാതെ, ഒരു തെറ്റും പറ്റാതെ പെർഫെക്റ്റ് ആകാൻ ആർക്കും സാധിക്കില്ല. പക്ഷെ നമ്മളുടെ ആ പരിശ്രമം അത് മികച്ചതായി മാറ്റം വന്ന് മുമ്പൊരു 100 തിന്മകൾ പറ്റുന്നൊരവസ്ഥയിൽ നിന്ന് മാറി 50, 40, 30 അങ്ങനെ മാറ്റി കൊണ്ടുവരാൻ ആ മാറ്റം നമ്മളിൽ കാണണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ദീൻ പഠിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.